ഹലോ, വെൽക്കം ബാക്ക് ടു ഐനസ് ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് സിമ്പിളായിട്ട് ബ്ലൗസിൽ വർക്ക് ചെയ്ത് നോക്കിയാലോ. അതും സ്റ്റിച്ചഡ് ആയിട്ടുള്ള ബ്ലൗസിലാണ് നമ്മളിന്ന് വർക്ക് ചെയ്ത് നോക്കുന്നത്. എൻ്റെ ഹാൻഡിലായിരുന്നു നമ്മൾ വർക്ക് ചെയ്യാനെടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോർമൽ നീഡിലും അതുപോലെ തന്നെ ത്രെഡുമാണ് നമ്മൾ യൂസ് ആക്കുന്നത്. അതുപോലെ തന്നെ 2mm റൗണ്ട് ബീഡ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലൗസിൽ വർക്ക് ചെയ്യാനെടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, വീഡിയോയിൽ കാണിക്കുന്നതാണൊക്കെ നീഡിൽ നമ്മൾ സൂചിയിൽ നൂല് കോർത്ത ശേഷം നീഡിൽ അതിൻ്റെ ബ്ലൗസിൻ്റെ താഴ്വശത്ത് വെച്ചിട്ട് മുകളിലോട്ട് കയറ്റുക. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു എഡ്ജ് വശത്തായിട്ടാണ് നമ്മൾ ബീഡ്സ് വരേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ 3 ബീഡ്സ് എടുത്തിട്ട് വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പം നമ്മൾ 3 ബീഡ്സിലായിരിക്കില്ല ചെയ്യുന്നത്. നമ്മൾ ആ ഫൈനലി കുത്തിയ ഇത് ലാസ്റ്റത്തെ ബീഡ്സിനോട് പുറത്തേക്ക് എടുത്ത ശേഷം വീണ്ടും ബീഡ്സ് കയറ്റുന്നത് 2 വീതമാണ്. ഈ ഒരു 2 വീതമുള്ള ബീഡ്സാണ് നമ്മളിനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു പാറ്റേണും കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പം ഈ ഒരു പ്രോസസ്സിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ടൊരു ഹാഫ് ആൻ അവറിനുള്ളിലൊക്കെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബ്ലൗസൊക്കെ നല്ല എലഗൻ്റായിട്ട് കാണുന്നു. നമുക്കൊരു ആരി വർക്ക് ചെയ്ത ഫീലോ അല്ലെങ്കിൽ നമ്മളൊരു കുറച്ചൊരു വർക്ക് ചെയ്ത ഫീലും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നുണ്ടാകും. അപ്പം ഇതുപോലെയാണ് ഞാൻ എൻ്റെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു 3 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തപ്പോഴത്തേക്ക് തന്നെ ഏകദേശം നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. നമ്മളതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ വലിക്കുമ്പം അധികം ടൈറ്റാക്കി വലിക്കാൻ നിൽക്കരുത്. കാരണം നോർമൽ ത്രെഡ് ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം നല്ല ടൈറ്റിൽ വലിക്കാതെ ഒരു മീഡിയം ഇതിൽ തന്നെ വലിച്ചെടുത്താൽ മതി. അപ്പം ഇങ്ങനെയുള്ള 2 ബീഡ്സ് ഇട്ടിട്ട് ഒന്ന് ആ ഒരു കൈയുടെ സൈഡിലാണെങ്കിൽ കൈയുടെ സൈഡിൽ, അല്ലെങ്കിൽ നമ്മൾ നെക്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയുണ്ടാവും. ഫ്രണ്ട് നെക്കിൽ ഒരു പകുതിയോളം, ബാക്ക് നെക്കിൽ ഫുള്ളായിട്ടും നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ഒരു എന്താ പറയുക, തൂങ്ങുന്ന ആ ഒരു സംഭവം ഉണ്ടാവില്ല, നമ്മളിങ്ങനെ ബ്ലൗസിൻ്റെയൊക്കെ സൈഡിൽ നമ്മൾ പുതിയ മോഡേൺ ഡ്രസ്സിലൊക്കെ ഉണ്ടാവില്ലേ ഹാങ്ങിങ്സ്, അതിന് പകരം നമുക്ക് ഹാങ്ങിങ്സിനായിട്ട് യൂസ് ചെയ്യാണ്ട് ഇതുപോലുള്ള ചെറിയൊരു ലേസ് വർക്ക് കണക്ക് നമുക്ക് ഒരു എഡ്ജിലായിട്ട് നമുക്കിത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാകും കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാലുള്ള ലുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഇരിക്കും കേട്ടോ. അതായത് കയ്യിൽ കുറച്ചൊരു ലൂസാണ്, കാരണം പഴയൊരു ബ്ലൗസ് എടുത്തുകൊണ്ട് തന്നെ കുറച്ചൊരു ലൂസുണ്ട്. ആ ലൂസിൽ കിടക്കുമ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഫോക്കസ് കുറച്ചൊന്ന് കുറവാണ്, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും വീട്ടിലിരുന്നു കൊണ്ട് ഇതുപോലെ സിമ്പിളായിട്ട് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ച ബ്ലൗസ് ആണെങ്കിൽ കൂടി, അതായത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് വരെ ഈ ഒരു വർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് കിട്ടിയ ഒരു ബ്ലൗസിൻ്റെ അകത്തും ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്